പിണറായിയുടെ വിശ്വസ്തൻ എൻ വാസു അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിൽ. എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേവസ്വം മുൻ കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാണ് എൻ വാസു. സ്വർണ്ണപ്പാളി കേസിലാണ് അറസ്റ്റ്. വാസുവിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ദേവസ്വം ബോർഡിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വാസുവിനെതിരെ നിർണായക മൊഴിയാണ് മുരാരി ബാബു നൽകിയിരിക്കുന്നത്. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടെന്ന് മുരാരിയും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട്. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിനെതിരാണ്. ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന് മറുപടിയില്ല. ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. റാന്നി കോടതി അവധിയായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാസുവിനെ ഹാജരാക്കുന്നത്. 2019 മാർച്ച് 18 വാസു കട്ടിളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തത്. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയക്കുകയായിരുന്നു. 409 ഗ്രാം സ്വർണമാണ് കട്ടിളപ്പാളികളിൽ നിന്ന് വേർതിരിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന പ്രധാന CPM നേതാവായി മാറുകയാണ് എൻ വാസു. കുളക്കട പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് വാസു എന്ന CPM-കാരൻ. ഈ കേസിൽ ഇതോടെ അറസ്റ്റ് 4 ഇതിൽ 3 പേരും CPM ബന്ധമുള്ളവരാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയം അവ്യക്തമാണ്. എല്ലാ നേതാക്കളുമായും അടുപ്പമുണ്ട് പോറ്റിക്ക്. എന്നാൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു CPM തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും CPM ആണ്. പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ഇപ്പോൾ എൻ വാസുവും അകത്തായി. ഈ അറസ്റ്റ് CPM-ന് വലിയ തിരിച്ചടിയാണ്. CPM-ന്റെ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരനും കൂടിയാണ് വാസുവെന്നതാണ് ഇതിന് കാരണം.